സെൻസെക്സ് എക്സ്പയറി ആണ്. ഇപ്പോൾ ഇന്ന് നിഫ്റ്റിയും സെൻസെക്സ് എല്ലാവരും ഇച്ചിരി ഗ്യാപ്പ് ഡൗൺ ആയിട്ടാണ് ഓപ്പൺ ചെയ്തിരിക്കുന്നത്. ഗ്യാപ്പ് ഡൗൺ ഓപ്പൺ ചെയ്തിട്ട് ആ ഗ്യാപ്പ് പെട്ടെന്ന് തന്നെ ഫസ്റ്റ് ക്യാൻഡിൽ തന്നെ ഒരു വിക്ക് ഉണ്ടാക്കി ഫില്ല് ചെയ്യാറായിട്ട് നേരെ നെഗറ്റീവിലേക്ക് തന്നെയാണ് പോകുന്നത്. പുട്ട് പ്രീമിയം ഏകദേശം ഒരു 50% ഇൻക്രീസ് ആയിട്ടുണ്ട് എൻ്റെ മണി. അതേപോലെ തന്നെ കോളിൽ നല്ലോണം ഒരു ഫോളോ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഇനിയിപ്പോൾ ഒരു ഫസ്റ്റ് സപ്പോർട്ടെന്ന് പറയുന്നത് 82,000 ആണ്. 82,000 അവിടെ നിന്ന് സപ്പോർട്ട് എടുത്തില്ല, ബ്രേക്ക് ചെയ്യുവാണെങ്കിൽ നല്ലൊരു ഫോള് താഴേക്ക് വരാൻ സാധ്യതയുണ്ട്. 82,000 താഴെ ഒരു 81,990 990 അങ്ങനെ ആകുകയാണെന്നുണ്ടെങ്കിൽ ഇന്നലത്തെ 2 ദിവസം മുമ്പത്തെ ഗ്യാപ്പ് ഡൗണിൻ്റെ ആ ലോവിനെക്കാട്ടിലും താഴേക്ക് വന്ന് വരുവാണെങ്കിൽ നല്ലൊരു ഫോൾ വരാൻ സാധ്യതയുണ്ട്. അവിടുന്ന് റിവേഴ്സിൽ പോകുവാണെങ്കിൽ മുകളിലേക്ക് കുറച്ച് പോകാം. അല്ലെന്നുണ്ടെങ്കിൽ പിന്നെ 81,700 ആണ് അടുത്തൊരു സപ്പോർട്ട് വരുന്നത്. അപ്പോൾ നമുക്ക് ട്രേഡ് വല്ലതും കിട്ടുമോ എന്ന് നോക്കാം, വെയിറ്റ് ചെയ്യാം. അതുപോലെ തന്നെ ഇപ്പോൾ ഉള്ള ഇതൊരു റെസിസ്റ്റൻസിൻ്റെ അടുത്താണ്. അപ്പോൾ ഒരു 82,300 മുകളിൽ ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്തായാലും ലോസ് ബുക്ക് ചെയ്യേണ്ടി വരും പുട്ട് സൈഡിൽ ഇരുത്തേക്കുന്ന ട്രേഡിൽ. അപ്പോൾ നമുക്ക് ട്രേഡ് എങ്ങനെ വരും എന്ന് നോക്കാം. ഇപ്പോൾ നമുക്ക് കാണാം നല്ലൊരു റിവേഴ്സൽ വന്നിട്ടുണ്ട്. 82,000 ബ്രേക്ക് ചെയ്യുവാണെങ്കിൽ നമുക്ക് നല്ലൊരു അപ്സൈഡ് കാണാം. ഇപ്പോൾ ഈ ഒരു മൂവ്മെൻറ്റ് നമ്മൾ ക്യാപ്ചർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇതിപ്പോൾ നമുക്ക് പൊസിഷനിൽ കാണാം. നമ്മൾ 155 വാങ്ങിയത് ഇപ്പോൾ 356 എത്തിയിരിക്കുന്നത്. ഞാൻ അതിൻ്റെ ടാർഗറ്റ് കുറച്ച് കൂട്ടിയാണ് വെച്ചിരിക്കുന്നത്. 82,000 ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ നല്ലൊരു മൂവ്മെൻറ്റ് താഴേക്ക് കാണാവുന്നത് കൊണ്ട് ഞാൻ ഇച്ചിരിയും കൂടെ കൂട്ടി വെച്ചിരിക്കുകയാണ്. നമുക്ക് ഇത് കിട്ടുമോ എന്ന് നോക്കാം. $82,000 ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ നല്ലൊരു അപ്സൈഡ് നമുക്ക് പി ഇ സൈഡിൽ കിട്ടേണ്ടതാണ്. നല്ലൊരു ലോങ് അൺവൈൻഡിങ് ഉണ്ടാകേണ്ടതാണ്. 82,000 കുറേ നാളായിട്ടുള്ളൊരു സപ്പോർട്ടാണ്. അതുപോലെ തന്നെ നിഫ്റ്റിയുടെ 25,000 ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ സെയിം ഇത് തന്നെയാണ്. 25,000 കുറേ നാളായിട്ടുള്ള സപ്പോർട്ടാണ്. അതിനെ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഭയങ്കരമായിട്ടുള്ളൊരു ഷോർട്ട് കവറിങ് ഉണ്ടാവും. അപ്പോൾ അത് എന്തായാലും നമുക്ക് ഒരു നല്ലൊരു ഇത് കിട്ടേണ്ടതാണ്.
നമുക്ക് വെയിറ്റ് ചെയ്യാം, ട്രേഡ് കിട്ടുമെന്ന് നോക്കാം. ഇപ്പോൾ ഒരു നല്ലൊരു സപ്പോർട്ട്, അതായത് നിഫ്റ്റി ആണെങ്കിൽ ഒരു 25,000 സപ്പോർട്ടിലുമാണ്. അതുപോലെ തന്നെ സെൻസെക്സും അതിൻ്റെ ആ ഒരു സപ്പോർട്ട് എടുത്തുകൊണ്ടിരിക്കുകയാണ്. ഇവിടുന്ന് ചെറിയൊരു റിവേഴ്സൽ വരാം, പക്ഷേ എൻ്റെ ഒരു വ്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നിതിനെ ബ്രേക്ക് ചെയ്യുവാണെങ്കിൽ നല്ലൊരു ഇത് കിട്ടും. അപ്പോൾ ഈ ഒരു ചെറിയൊരു പുൾ ബാക്ക് എന്തായാലും ഇത് സെൻസെക്സ് റിവേഴ്സ് ചെയ്താലും 82,000 മുകളിൽ പോകാൻ പാടില്ല. 82,000 താഴേന്ന് റിവേഴ്സ് ചെയ്യുവാണെങ്കിൽ, അതെനിക്ക് പെട്ടെന്ന് ഇത് ബ്രേക്ക് ചെയ്യുവാണെങ്കിൽ എന്തായാലും നല്ലൊരു ഫോള് കാണാൻ പറ്റും. അതായത് 81,600 ഒരു റേഞ്ച് ബ്രേക്ക് ചെയ്താൽ പിന്നെ 81,000 നല്ലൊരു സപ്പോർട്ടുള്ളത്. അപ്പോൾ എന്തായാലും നമുക്ക് നല്ലൊരു ഫോള് കാണാൻ പറ്റിയേക്കും. അപ്പോൾ എന്തായാലും ഇപ്പോൾ ഞാൻ ട്രേഡ് എക്സിറ്റ് ചെയ്യുന്നില്ല. നമുക്ക് പ്രോഫിറ്റ് കുറച്ച് കുറഞ്ഞാലും എക്സിറ്റ് ചെയ്യുന്നില്ല, നമ്മളൊന്ന് വെയിറ്റ് ചെയ്യുവാണ്. 25,000 ബ്രേക്ക് ചെയ്യുവാണെങ്കിൽ എന്തായാലും നല്ലൊരു ഫോള് കാണാൻ സാധ്യതയുണ്ട്. അപ്പോൾ അത് കാരണം വെയിറ്റ് ചെയ്യുന്നു. ബാങ്ക് നിഫ്റ്റി ആണെങ്കിലും 51,000 അടുത്ത്, ബാങ്ക് നിഫ്റ്റി ആണെങ്കിലും 51,000 അടുത്താണ് ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിനെ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ വീണ്ടും ഈ പറഞ്ഞ പോലെ തന്നെ നല്ലൊരു സെല്ലിംഗ് പ്രഷറിലാണ് ഇന്ന് രാവിലെ തൊട്ടുള്ളത്. അപ്പോൾ നിഫ്റ്റിയുടെ 25,000 ഒരു നല്ലൊരു സപ്പോർട്ടായിട്ട് കുറേ നാൾ ഇരുന്നതാണ്. അവിടുന്ന് ലോങ് അൺവൈൻഡിങ് ഉണ്ടായാൽ നന്നായിട്ട് അവിടുന്ന് താഴേക്ക് പോരാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ട് ജസ്റ്റ് ഞാൻ ട്രേഡിൽ വെയിറ്റ് ചെയ്യുന്നു. പ്രോഫിറ്റ് കുറഞ്ഞാലും തൽക്കാലം നോക്കുന്നില്ല, കുറച്ച് നേരം കൂടെ വെയിറ്റ് ചെയ്യാനായിട്ട് നോക്കുവാണ്. നിഫ്റ്റി 25,000 താഴേക്ക് ബ്രേക്ക് ചെയ്തിരിക്കുകയാണ്. റിവേഴ്സൽ ഉണ്ടായില്ലെങ്കിൽ എന്തായാലും നല്ലൊരു ഫോള് ഇത് കാണാം. ഇതിൻ്റെ ക്യാൻഡിൽ ക്ലോസ് ചെയ്തിട്ടില്ല. ഒരു 5 മിനിറ്റ്സ് ക്യാൻഡിൽ 25 ഒരു 950 ആ ഒരു ഏരിയയിൽ ഒരു 5 മിനിറ്റ്സ് ക്യാൻഡിൽ ക്ലോസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് കൺഫേം ചെയ്യാം. ഇതിപ്പോൾ 1 മിനിറ്റ് ക്യാൻഡിൽ അതിൻ്റെ താഴേക്ക് വന്നു, എന്നാലും കൺഫേം ആയിട്ടില്ല. നമുക്ക് വെയിറ്റ് ചെയ്യാം. മറ്റേ സ്റ്റാർട്ട് ചെയ്ത സാധനം ഇപ്പോൾ ഓൾമോസ്റ്റ് 600 എത്തിയിരിക്കുന്നത്. 4x ഓൾറെഡി ആയി. എന്നാലും ഇവിടുന്നൊരു റിവേഴ്സൽ ക്യാൻഡിൽ 1 മിനിറ്റിൽ കാണിക്കാത്രത്തോളം ബേസിക്കലി നമ്മളിത് ഹോൾഡ് ചെയ്യും. ഇതുവരെ നമുക്ക് ഒരു നല്ലൊരു ഇത് വന്നിട്ടില്ല. പക്ഷേ എന്നാലും ഇപ്പോൾ ഇത്രയും ഫോളോ ചെയ്തതുകൊണ്ട് ഇനിയുള്ളൊരു മൊമെൻറ്റം കുറച്ച് നേരത്തേക്കെങ്കിലും ഹോൾഡ് ചെയ്യുക. അതനുസരിച്ച് നമ്മൾ പ്രീമിയം ബ്രേക്ക് ആവും. എന്തായാലും നമുക്ക് മൊമെൻറ്റം സ്റ്റോപ്പ് ആകുവാണെങ്കിൽ നമ്മളിത് ഇപ്പോൾ എക്സിറ്റ് ആവും. എന്തായാലും നമുക്ക് വെയിറ്റ് ചെയ്യാം, എങ്ങനെയാണ് വരുന്നതെന്ന് നോക്കാം. താഴേക്ക് പോകുന്നിടത്തോളം പോട്ടെ, ഒരു ഗ്രീൻ ക്യാൻഡിൽ വരുന്നവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. ഇപ്പോൾ ഞാൻ ഓർഡർ എക്സിറ്റായി. അപ്പോൾ നമുക്ക് ഓർഡർ ബുക്കിൽ പോയാൽ കാണാം. അതായത് ഇന്നത്തെ ട്രേഡ് വന്നിരിക്കുന്നത് നമ്മൾ 155.6 ഓർഡർ ചെയ്തു. കയറിയോ അതിന് 929 ആയിരുന്നു. 10 o'clock ആയപ്പോഴത്തേക്ക് 495.85 നമ്മൾ എക്സിറ്റായി. അപ്പോൾ ഇന്നത്തേത് നമ്മൾ തൽക്കാലം നിർത്തുകയാണ്. 25,000 അടുത്താണ്. അതുകൊണ്ട് തന്നെ കുറച്ച് നേരം ഇവിടെ നമ്മൾ എന്താ പറയുക സ്റ്റോപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ ഇനി ഇത് എൻ്റെ ഒരു ഇതിൽ 81,500 താഴേക്ക് ഇത് പോകാൻ സാധ്യതയുണ്ട്. ഇപ്പോൾ ഇത് കുറച്ചുകൂടെ താഴേക്ക് പോകാൻ സാധ്യതയുണ്ട് ഇത് ബ്രേക്ക് ചെയ്താൽ. എന്നാലും നമ്മൾ ബേസിക്കലി ഇവിടെ പ്രീമിയം ലോസ് ആയിക്കൊണ്ടിരിക്കുന്നതുകൊണ്ട് തൽക്കാലം നമ്മൾ ഇതിൽ നിന്ന് എക്സിറ്റ് ചെയ്യുകയാണ്. എന്തായാലും ഇതൊരു 800 വരെയൊക്കെ പോകുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. എന്തായാലും ഞാൻ സിംഗിൾ ലോട്ട് ആയത് കാരണം നമുക്ക് വെയിറ്റ് ചെയ്യാനായിട്ട് ഇതില്ല. അപ്പോൾ തൽക്കാലം വേറൊരു വീഡിയോയിൽ കാണുന്നവരെ താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.